ഈ ഡീപ്പോർട്ടേഷനെ പറ്റിയാണ്. അതിപ്പോൾ ഞാനായാലും മാഗ്നസ് ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഒരു തവണ ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗൾഫിൻ്റെ മണം അടിച്ചോ ഗൾഫിലേക്ക് തന്നെ വരും, വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെയാണ് അത് അങ്ങനെയാണല്ലോ സംഭവിക്കുക. നിങ്ങൾ മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഇത് മാറ്റിത്തരാം, ബാൻ മാറ്റിത്തരാം, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം നാട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചു ഒരാൾ, എനിക്ക് UAE വരണം. അയാൾ വേറൊരാളുടെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, നിങ്ങളെക്കാൾ വലിയ അഡ്വക്കേറ്റാണ് ഇയാൾ എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അയാൾക്കൊരു മെസ്സേജ് ഞാൻ അയച്ചു, നമുക്ക് UAE വെച്ച് കാണാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് എൻ്റെ പാട്ടിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റ് കണ്ടിട്ട്. അപ്പോൾ എത്ര ആരാധികമാരുണ്ട്. റീൽസ് യുഗത്തിന് ശേഷവും റീൽസ് യുഗത്തിന് മുമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മാഗ്നസിന് അനുഭവപ്പെട്ടിട്ടുള്ളത്? അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലിരിക്കുമ്പോൾ പറയുന്നതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിരും അനുകൂലവും ഒക്കെ ഉണ്ട്, എതിർപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടുമ്പം ചില ആളുകളുടെ കമൻ്റാണ്, കണ്ടില്ലേ അവരവിടെ അങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ് മാത്രമേ ആവാൻ പാടുള്ളൂ, ശാരീരികമായിട്ടുള്ള വിയോജിപ്പ് പാടില്ല. എന്തായാലും ആ പാട്ട് ഞാൻ നിങ്ങളെ കൊണ്ട് പാടിക്കണം എന്ന് ആഗ്രഹിച്ചാണ്, എന്നെ കൊണ്ട് പാടിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഗൾഫിൽ ഒരുപാട് പേർക്ക് ചിലപ്പം സംശയമുള്ളൊരു കാര്യമാണ്, അറിയാത്ത കാര്യമാണ്, ചിലപ്പോൾ ചിലർക്ക് അറിയുന്ന കാര്യമാണ്. ഗൾഫിൽ നിന്ന് നാട് കടത്തൽ എന്ന് പറയുന്നൊരു സമ്പ്രദായമില്ലേ. ഇവിടെ നിന്ന് നാട് കടത്തി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ മൈൻഡും നമ്മുടെ ചിന്താഗതിയൊക്കെ വീണ്ടും ഗൾഫിൻ്റെ മണം അടിച്ചോ ഗൾഫിലേക്ക് തന്നെ വരും, വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെയാണ് അത് അങ്ങനെയാണല്ലോ സംഭവിക്കുക. ഗൾഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ ചോദിച്ചിട്ട് പൈസയൊക്കെ കൊടുത്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും ഇവിടുന്ന് ഗൾഫ് ഗവൺമെൻറ് നാട് കടത്തിയിട്ടുള്ള ഒരു വ്യക്തിയെ വീണ്ടും വേറെ കുറേ ആളുകളുടെ സഹായം കൊണ്ട് പൈസയൊക്കെ കൊടുത്തതുകൊണ്ട് നമുക്ക് വീണ്ടും ഗൾഫിലേക്ക് കയറി വരാനുള്ള സാധ്യതകളുണ്ടോ? അല്ല, ഇത് ഈ ഡീപ്പോർട്ടേഷനെ പറ്റിയാണ്. അതിപ്പോൾ ഞാനായാലും മാഗ്നസ് ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് ഒരു തവണ ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ ഈ നാട് കടത്തൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആ നാട്ടിലേക്ക് വരരുതെന്നാണ്, തിരിച്ചു വരരുതെന്നാണ്. ഡീപ്പോർട്ടേഷൻ്റെ അർത്ഥം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് നാട്ടിൽ പോയിട്ടുള്ള ആൾക്കാർ അവരെന്ത് ചെയ്യും, എല്ലാ സോഴ്സിലും കോണ്ടാക്ട് ചെയ്യും, എൻ്റെ ലീഗൽ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യും, എന്നെ മെസ്സേജ് അയക്കും, അതേപോലെ തന്നെ അതേ വീഡിയോ ചെയ്യുന്ന പല ആൾക്കാരെ അയക്കും. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ മതി. പക്ഷെ അവരുടെ അടുത്ത് മാന്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഡീപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇത് നമുക്കിനി മാറ്റണമെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്, അതിൻ്റെ തലവനായിട്ടുള്ള ഇവിടുത്തെ പ്രസിഡൻറ്റ് വിചാരിക്കണം. പ്രസിഡൻറ്റിന് അപേക്ഷ കൊടുത്ത്, അതൊക്കെ ചില ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ മാത്രമേ അത് മാറുകയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അത് ഈ ഡീപ്പോർട്ടേഷന് പോകുന്നതിന് വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പറയുന്ന സൈക്കോട്രോപിക്, ഈ MDMA പോലുള്ള കാര്യം ഉപയോഗിച്ച് അത് പിടിക്കപ്പെട്ട് ഇവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നവർ, 2 ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ. അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ഈ ബ്ലാക്ക് മണി അങ്ങനെയൊക്കെയുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ ഇങ്ങനെയുള്ള കാര്യത്തിന് പിന്നെ അവരെ തിരിച്ചു കൊണ്ടുവരില്ല. പിന്നെ അതുപോലെ അവരെ നാടിന് തിരിച്ചു വന്നിട്ടും ആവശ്യമില്ല. കാരണം ഈ ഒരു കള്ളനോട്ട് അടിക്കുന്ന ഒരാൾ എന്താണ് ഇവിടെ നിന്ന് പിടിച്ച് അവനെ നാട് കടത്തി കഴിഞ്ഞാൽ അവൻ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാലും അവനാ പണി അറിയാമെന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. പിന്നെ ഈ എമിഗ്രേഷൻ വയലേഷൻ, ഒരാൾക്ക് വിസ കഴിഞ്ഞതിന് ശേഷം 1 വർഷം 2 വർഷമൊക്കെ ഇല്ലീഗലായിട്ട് ഇവിടെ നിൽക്കുക. നമ്മുടെ ഇന്ത്യ കണക്ക് ഇന്ത്യയാണ് എന്ന് വിചാരിച്ചിട്ടാണ് അവരിവിടെ നിൽക്കുക. അല്ല, ഇതൊരു വേറൊരു രാജ്യമാണ്. നമുക്കിവിടെ 2 വർഷത്തെ റെസിഡൻസ് തരുന്നു, അല്ലെങ്കിൽ വിസിറ്റ് വിസ തരുന്നു. ആ കാലാവധി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മടങ്ങുക എന്നുള്ളതാണ്. അത് നിൽക്കുന്തോറും എന്താണ്, അവർക്ക് പിന്നെ ഇവിടുന്ന് ഔട്ട് പാസിലൊക്കെയാണ് പോകാൻ കഴിയുന്നത്. ഔട്ട് പാസിൽ പോയാലും തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ മറ്റുള്ള ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ഇത് മാറ്റിത്തരാം, ബാൻ മാറ്റിത്തരാം, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ കാശ് പോകത്തേ ഉള്ളൂ. വഞ്ചനയാണ്. കാശ് പോകത്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്.
ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോഴേ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്തകളാണ് എങ്ങനെയെങ്കിലും ഗൾഫിൽ വന്നിട്ട് രക്ഷപ്പെടണം എന്ന് ആലോചിക്കുന്ന യുവാക്കളും യുവതികളും സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ വഞ്ചിക്കപ്പെടുന്ന ആളുകൾ ഒട്ടുമിക്കവാറും എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പറയാം വിസക്ക് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഗൾഫിൽ കൊണ്ടുവന്ന് ഇങ്ങനെയായി പ്രയാസമായി തിരിച്ചു പോകാൻ യാതൊരു മാർഗ്ഗവുമില്ല. അങ്ങനെയുള്ള ആ പണ്ടത്തെ അല്ലെങ്കിൽ ഈ അടുത്തൊക്കെ കേട്ടിട്ടുള്ള കുറേ എന്താ പറയുക ഉടായ്പ് ലെവലിൽ ജീവിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അതൊക്കെ ഇപ്പോഴും സജീവമാണോ അന്തർധാര? അത് ഇപ്പോൾ ഇവിടെ UAE ഈ ഫ്രീലാൻസ് വിസ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഗവൺമെൻറ് ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്രീലാൻസ് വിസ ഇല്ല. ഒരു കമ്പനിയുടെ കീഴിൽ മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയൂ, ആ വിസ അടിക്കാൻ പറ്റൂ, വിസ സ്പോൺസർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇവർ എന്ത് ചെയ്യും, വിസ കൊടുക്കുക എന്ന് പറഞ്ഞ് പല ആൾക്കാരുടെ നിന്നും കാശ് വാങ്ങും. കാശ് വാങ്ങിയതിന് ശേഷം വിസ കൊടുക്കില്ല, ഈ പൈസയും തിരിച്ചു കൊടുക്കില്ല. അങ്ങനെ ഒട്ടനവധി സ്ത്രീകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. കാരണം ഈ വീട്ടു ജോലിക്കൊക്കെ വരുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ പറ്റുന്ന സ്ത്രീകളെയാണ് ഇവർക്ക്. പെട്ടെന്ന് അവർ വീഴും. പുരുഷന്മാരെ സംബന്ധിച്ച് പുരുഷന്മാരുടെ ഒരാളുടെ കൈയുടെ മസിൽ കണ്ടു കഴിഞ്ഞാൽ അവൻ പറ്റിക്കുന്നത് കുറയ്ക്കും. ആളെ നോക്കിയേ കളിക്കുള്ളൂ. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അവർ പെട്ടെന്ന് തന്നെ കാശ് വാങ്ങി എടുക്കാൻ പറ്റും, വിസ കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുപാട് അങ്ങനെയും ബുദ്ധിമുട്ടുന്ന ഫ്രീലാൻഡ് വിസ ഇല്ലേ, അതിപ്പോ നാട്ടിൽ ഒട്ടുമിക്ക ആളുകളും പറയാണ് ആ വിസയിൽ വന്ന എന്ത് പണിയെടുക്കാന്നുള്ളൊരു കാഴ്ചപ്പാട്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇവിടെ ഇല്ല. അത് ഇവരെ പറഞ്ഞു പറ്റിക്കണം, അവരെ പറഞ്ഞു പറ്റിക്കണം. മാഗ്നസിന്റെ എമറൈറ്റ് ഐഡിയുടെ പുറകില് അടിച്ചേക്കുന്ന ആ പണി മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ചായക്കടയിലെ ഒരു ടീ മേക്കർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അടിച്ചിട്ട് നമുക്കൊരു അക്കൗണ്ടൻ്റെ പണി ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പുറത്തിറങ്ങി പ്ലംബറുടെ പണി എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനൊരു സംവിധാനം UAE ഇല്ല. നിങ്ങളുടെ ഏത് കമ്പനിയാണോ സ്പോൺസർ ചെയ്യുന്നത് ആ ജോലി. അതായത് എനിക്ക് ഒരു കമ്പനി വിസ തരുന്നു, ഇന്നതാണ് ജോലി. ആ ജോലി ഞാൻ പഠിച്ചിട്ടില്ലാത്തൊരു ജോലിയാണെങ്കിൽ എനിക്ക് ആ ജോലിക്ക് വരുന്നതിൽ കാര്യമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണത് എന്താ വെച്ചാൽ ആ പേരിൽ വന്നിട്ട് നമുക്ക് ടാക്സി ഓടാം, കള്ള ടാക്സി ഓടാം, അല്ലെങ്കിൽ എവിടെയും മറ്റേ എന്താ പറയുക അങ്ങനെയുള്ള ആൾക്കാരെയാണ് പിടിക്കുന്നു, ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നു. അത് വലിയൊരു കുറ്റകരമാണ്. ഇതിനെ ഈ കുറ്റത്തെ നിസാരവൽക്കരിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് ചെയ്യുന്ന ആൾ അതിനെ സിമ്പിളാണ്. അപ്പം നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ ആ ജോലിയല്ലേ ചെയ്തോളൂ. ഇപ്പം എൻ്റെ ഒരു നാട്ടുകാരി എന്നെ കോണ്ടാക്ട് ചെയ്തു. അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. പള്ളിയിൽ ഉറങ്ങിപ്പോയി. എൻ്റെ അടുത്ത് പറഞ്ഞ കുറ്റം ഇതാണ്. അതായത് അയാൾ പള്ളിയിൽ കയറി നമസ്കരിച്ചിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ ആൾക്ക് വിസ ഇല്ലായിരുന്നു. CID വന്നപ്പോൾ ചെക്ക് ചെയ്തു, ഇവിടുന്ന് കയറ്റി അയക്കുകയല്ലേ നിവർത്തിയുള്ളൂ. അങ്ങനെ ഒരാൾക്ക് പിന്നെ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് അൻവർ ഭായിൻ്റെ അടുത്ത് സംസാരിക്കുമ്പം കൂടുതലായിട്ട് തോന്നിയ കാര്യം എന്താ പറയുക, നമ്മൾ ലീഗലായിട്ട് മനസ്സിലാക്കിയാൽ ഇല്ലീഗലായിട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ്. അതായത് നമ്മളൊരു കാര്യത്തിനെ മനസ്സിലാക്കി അത് അറിവോടുകൂടി ചെയ്യുമ്പോൾ സിമ്പിളാണ്. നേരെ മറിച്ച് അതിനെക്കുറിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെ ചോദിക്കാതെ നമ്മൾ തെറ്റ് ചെയ്തിട്ട് ശരിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത് മണ്ടത്തരാണ്. എന്ത് കാര്യങ്ങളും അല്ലേ? അല്ല, ഇത് പ്രശ്നം ലീഗലി ഇവിടെ ചെയ്യാൻ എല്ലാം എളുപ്പമാണ്. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചത് നിങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും. അപ്പം നിങ്ങൾ ക്ലൈൻ്റായിട്ട് എനിക്ക് കാശ് തന്നാൽ എത്രത്തോളം ഞാൻ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കും. അപ്പോൾ വളരെ ലീഗലി എന്ന് പറയുന്ന സാധനം നമുക്ക് വളരെ എളുപ്പമാണ്. അത് കൃത്യമായിട്ട് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഒരു ദിവസം നാട്ടിൽ നിന്ന് മെസ്സേജ് അയച്ചു ഒരാൾ, എനിക്ക് UAE വരണം, എന്നെ ഡീപ്പോർട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ സുഹൃത്തെ, ഞാൻ ആ വോയിസിൽ തന്നെ മെസ്സേജ് അയച്ചു, ഇന്ന കാര്യങ്ങളാണ് പ്രശ്നം, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അയാൾ വേറൊരാളുടെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, നിങ്ങളെക്കാൾ വലിയ അഡ്വക്കേറ്റാണ് ഇയാൾ എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അയാൾക്കൊരു മെസ്സേജ് ഞാൻ അയച്ചു, നമുക്ക് UAE വെച്ച് കാണാം, നിങ്ങൾ ഇവിടെ വരുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യൂ, നമുക്ക് UAE വെച്ച്. എനിക്കിതല്ലേ പറയാൻ പറ്റൂ. നമ്മൾ ആദ്യം അവരോട് മാന്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്, അപ്പം നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞാണ് ഇരിക്കുന്നത്. അതാണ് സത്യം. അതാണ് സത്യം. നമുക്ക് സത്യം പറയാന്നുള്ളതാണ്. എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം,
അദ്ദേഹത്തെ കുറച്ചേറെ ഇറക്കിയിട്ട് കുറച്ച് കാശ് വാങ്ങാം, താൽക്കാലിക ലാഭം വാങ്ങാം, എന്നിട്ട് എനിക്ക് പറയാം അയ്യോ ഇത് നടന്നില്ല ചെയ്യാം. പക്ഷെ അത് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടും. അല്ലാത്ത കേസിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടൂല. എല്ലാവരും റോങ് ആയിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുമ്പോഴാണ് ഈ അപകടത്തിൽ ചെന്ന് ചാടുന്നത് അല്ലേ? അതെ അതെ. നേരായ വഴി കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും എളുപ്പമാണ്. ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് നാട് കടത്തിയാൽ പിന്നെ വരണ്ട, അടുത്ത ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. അടുത്ത ഓപ്ഷൻ വേറെ രാജ്യങ്ങളുണ്ട്, അവിടേക്കൊക്കെ പോവാം. വീണ്ടും അപകടത്തിലേക്ക് പെടാൻ വേണ്ടിയിട്ട് ഇന്നൊന്ന് അകത്തിടൂ അല്ലെങ്കിൽ എനിക്കൊരു പ്രയാസം തരുമെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങുന്നതിൽ നല്ലത് ഉണ്ടാണ്ടിരിക്കണതാണ്. പിന്നെ രാഷ്ട്രീയ നേതാക്കളിൽ ഇടതുപക്ഷ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ നടന്മാരെയൊക്കെ എല്ലാവരും ചോദിക്കും മമ്മൂട്ടിനെയാണോ മോഹൻലാലാണോ. ഞാൻ ചോദിക്കണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഇപ്പോഴത്തെയാണോ? ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാവ് സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. സംസാരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ സംസാര സ്റ്റൈല് ചില തലത്ത് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അല്ല, അത് നമ്മൾ ഈ സംവിധാനത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഈ പാർട്ടി സംവിധാനങ്ങളിലൊക്കെ സഹകരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ആ രീതിയിലുള്ള, അത് സഖാവ് പിണറായി വിജയന്റെ മാത്രമല്ല എല്ലാ ആൾക്കാർക്കും. ഇതിനു മുമ്പ് സഖാവ് വി എസ് സംസാരിക്കുന്നത് മുമ്പ് അങ്ങനെയായിരുന്നു. സഖാവ് പിന്നെ വി എസ് പിന്നെ കുറെ കൂടെ കോമഡിയിലേക്കൊക്കെ മാറിയതിനു ശേഷമാണ് അദ്ദേഹത്തിന്റെ സൗണ്ടിലേക്ക് മാറ്റം വന്നത്, സ്റ്റൈല് മാറ്റം വന്നത്. അതിന് നിങ്ങളുടെ കുട്ടിക്കാലത്തിൽ സഖാവ് വി എസ് കുറച്ചുകൂടി പരിക്ക സംസാരത്തിലായിരുന്നു ചെയ്തിട്ടുള്ള. പിന്നെ ചെറുപ്പം മുതലേ ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ പിന്നാലെ കൂടിയിട്ടുള്ള കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഇതേപോലെ ആവണം എന്നാഗ്രഹിച്ചിട്ടുള്ള നേതാവാണോ നമ്മുടെ മുഖ്യമന്ത്രി? അങ്ങനെ ഒരു ഇന്ന ആൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താണ്, നമുക്ക് സമൂഹത്തിൽ എങ്ങനെയാണോ ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ്റെ ഒരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം വേറെയാണ്. ഇപ്പം ഇന്നത്തെ DYFI അല്ലെങ്കിൽ SFIയിലുള്ള നേതാക്കളുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തെ രാഷ്ട്രീയമൊക്കെ ഉള്ളത്. അപ്പം അവരുടെ ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് അവരെങ്ങനെയാണോ വരുന്ന ഔട്ട്പുട്ടാണ് അവർക്ക് ഉണ്ടാവുക. അവർ കാണിക്കും. ഇപ്പോൾ സഖാവ് പിണറായി വിജയൻ തലശ്ശേരി MLA ആയിരിക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ. അപ്പം അദ്ദേഹം അതിൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ട ആളാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാണും. അത് ഇപ്പോൾ കോൺഗ്രസ്സിലായിക്കഴിഞ്ഞാലും മറ്റേത് BJPയിലായിക്കഴിഞ്ഞാലും അങ്ങനെ ഒരു ഇതാണ്. ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിലെ രമേശ് ചെന്നിത്തല ആയാലും ഉമ്മൻചാണ്ടി ആയാലും മറ്റ് നേതാക്കന്മാർ അവരുടെ ആ എക്സ്പീരിയൻസും അന്നത്തെ സമരം AK ആന്റണി അവരുണ്ടാക്കിയെടുത്തൊരു പ്രൊഫൈൽ ഇന്ന് ആർക്കുണ്ട്? ആർക്കും ഇല്ലല്ലോ. അത് കാരണം അവർക്ക് കിട്ടിയ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇന്ന് ഇങ്ങനത്തെ ഒരു അപ്ഡേറ്റഡ് യുഗത്തിലാണ് നമ്മളൊക്കെ സംഭവിക്കുന്നത്. ആ സംഭവങ്ങൾക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നേരായ വഴി പ്രൊട്ടക്ഷൻ. അതെ, അതിൻ്റെ ഒരു ഔട്ട്പുട്ടേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ സഖാവ് പിണറായി വിജയനെ അനുകരിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ, ആവാൻ പറ്റില്ല. ഇതിൽ നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് പല പല ചേരികളിലായിരിക്കും, പക്ഷെ എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാ മേഖലയിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും നിങ്ങൾ ഒരേപോലെ കാണുന്നുണ്ട്. അതെ. അത് ഇന്ത്യൻ ഭരണഘടനയുടെ അങ്ങനെ ഒരു ക്യാപ്ഷൻ എഴുതിയിട്ട് നിങ്ങൾ ഇൻസ്റ്റയിലൊരു സംഭവം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? അതെ. ആ കുറഞ്ഞ വാക്കിൽ തന്നെ നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം പരിഗണന എല്ലാവരെയും ഒരേപോലെ കാണാനുള്ള. നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാ ആൾക്കാരുമായിട്ട് സൗഹൃദമാണ്. അത് ഇപ്പോൾ നമ്മുടെ വിരുദ്ധ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വിരുദ്ധ ആശയത്തിലോ നമ്മളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ മാഗ്നസിനെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടണമെന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും. അല്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്നെ പരിചയം പോലും ഇല്ലാത്ത ഒരുത്ത എന്നെ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചവനെ ഒന്നാളെ എന്നെ ഇഷ്ടപ്പെടണേ, അവൻ ഇഷ്ടപ്പെടാനുള്ള എന്തേ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം. അതെ. നമ്മളെല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. നമ്മളെല്ലാ ആൾക്കാർക്കും നമ്മളെ ഇഷ്ടമല്ല, നമ്മളുടെ വിജയം എല്ലാ ആൾക്കാരും ആഗ്രഹിക്കത്തൂല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാ ആൾക്കാരെയും തുല്യരായി കാണുക, നമ്മളെല്ലാ ആൾക്കാരും സൗഹൃദം. ഇപ്പം ഞാൻ മുമ്പ് ടെലിവിഷൻ ചർച്ചയ്ക്ക് നിരന്തരമായി പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ അവരുമായിട്ട് നിരന്തരം നമ്മുടെ രാഷ്ട്രീയം പറയും, നമ്മുടെ പക്ഷം പറയും, നമ്മുടെ ആശയം പറയും. പക്ഷേ നമ്മൾ ആ ഫ്ലോറിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് എന്തില്ല, വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് രാഷ്ട്രീയമാണ് നമ്മുടെ പ്രശ്നം. അതിനകത്ത് എനിക്കൊരു കാര്യം, നമ്മുടെ ചില ആളുകളുടെ ഒരു സംശയമാണ്. അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകൾ പിന്നെ ചാനലിലിരിക്കുമ്പം
അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലിരിക്കുമ്പോൾ പറയുന്നതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എതിരും അനുകൂലവും ഒക്കെ ഉണ്ട്, എതിർപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവരെ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടുമ്പം ചില ആളുകളുടെ കമൻ്റാണ്, കണ്ടില്ലേ അവരവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണ്. വേറൊരു പാർട്ടിക്കാരനാണ് അത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ നമുക്ക് അതിനെതിരെ പറഞ്ഞേ പറ്റൂ. ഇപ്പുറത്ത് നമ്മൾ വ്യക്തികളായി മാറുമ്പം നമ്മളവിടെ സുഹൃത്തുക്കളാവും. അതെ, വ്യക്തിപരമായിട്ടുള്ള പരിഗണനകൾ കൊടുക്കണം. ഇന്ന പാർട്ടിയിലായതുകൊണ്ട് ഞാൻ ഇന്ന പാർട്ടിക്കാരോട് മാത്രമേ സംസാരിക്കൂ എന്നുള്ള സംഭവങ്ങൾ. അതിന് ഏറ്റവും ഉദാഹരണമാണ് നിയമസഭ പാർലമെൻറ്റ്. നമ്മൾ ഈ രാഷ്ട്രീയവും ഈ വാശിയും നമ്മൾ ചാനൽ ചർച്ചകളിൽ ഒരു ഫ്ലോറിൽ തൊട്ടടുത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയെന്ന് വിചാരിച്ചാലും നമുക്ക് ഈ നിയമസഭയ്ക്കകത്തും പാർലമെൻറ്റിനകത്തും ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടാൻ പറ്റുമോ? തല്ലൂടാൻ പറ്റില്ല. ഇല്ല, നമ്മൾ പുറത്ത് ഒരു സംഘർഷം അടിയും കൂടി ചെയ്താലും നമുക്ക് നിയമസഭ, അത് ജനങ്ങൾ തിരഞ്ഞെടുത്തവരാണ് നമ്മളെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കാണിക്കണം. അപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ് മാത്രമേ ആവാൻ പാടുള്ളൂ. ശാരീരികമായിട്ടുള്ള വിയോജിപ്പ് പാടില്ല. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഷേക്കാനെങ്കിലും കൊടുക്കണം. ശാരീരികമായിട്ടുള്ള മത്സരം നല്ലതാ. അതെ അതെ, ഇതില് പിന്നെ ഇപ്പൊ കറക്റ്റാണ്. കാരണം നമുക്ക് ഒരുപാട് ജനങ്ങളെ പ്രതിനിധീകരിച്ചിട്ട് നിയമസഭയ്ക്കകത്ത് ഇരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ അടികൂടി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നേടിയെടുക്കാനോ നേട്ടങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അല്ല, ജനങ്ങൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? ഇപ്പം ഞാൻ ചോദിക്കുന്നത്, VD സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, ഈ രണ്ടുപേരും കൂടി ഈ വാ കൊണ്ടുള്ള സംസാരം അല്ലാതെ പരസ്പരം അടികൂടാൻ സംഘടന നടത്താൻ പോയ എന്തായിരിക്കും അവസ്ഥ? നടക്കാൻ പാടില്ല. അപ്പൊ അവിടെയാണ് ബോർഡർ. അതാണ് ബോർഡർ. നിങ്ങൾക്ക് എന്തും പറയാം, എന്ത് സംസാരിക്കാം, അത് ഓഡിറ്റ് ചെയ്യാൻ ജനങ്ങളുണ്ട്. ഇതിൽ ആര് പറയുന്നതാണ് ശരി, ആരുടെ പക്ഷമാണ് ശരി, അതിനാണല്ലോ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ജനങ്ങൾ അത് മനസ്സിലാക്കി അവർ വോട്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാൻ തയ്യാറാണ്. അങ്ങനെയൊന്നും മത്സരം, അങ്ങനെ ഒരു ആഗ്രഹം എങ്കിൽ ഞാൻ നാട്ടിൽ തന്നെ നിൽക്കൂലേ? അങ്ങനെ ഒരു മത്സരിക്കാനും അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നാട്ടിൽ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെട്ടനായിരുന്നു. ഇപ്പോൾ എൻ്റെ പേഴ്സണലി ഉള്ള ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇവിടെ തുടർന്ന് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ തുടരുന്നതായിരിക്കും ചിലപ്പം പഠിച്ചോൻ്റെ തീരുമാനം. കാരണം കുറേ ആളുകൾക്ക് ഈ പുതിയ ന്യൂ ജനറേഷൻ, ഇനി വരാൻ പോണ കുറേ ആളുകൾക്ക് സോഷ്യൽ മീഡിയ വഴി അപകടത്തിൽപ്പെടാതെ നന്മകൾ പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് നേരം മുന്നിലിരുന്നപ്പോൾ ഒരുപാട് സംശയങ്ങളുള്ള ഒരാളാണ് ഞാൻ. ഈ വിസ, ടിക്കറ്റ്, അത് ഇത് വിസിറ്റിങ്ങുമായിട്ട് എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് അതൊന്നും അറിയാൻ താല്പര്യം ഉണ്ടല്ലോ. ഓരോരുത്തരുടെ ചിന്തിക്കേണ്ട ആ കാഴ്ചപ്പാടിനനുസരിച്ചല്ലേ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പം ഭീകരമായി കണ്ടിരുന്ന കുറേ സംഭവങ്ങൾ നിയമപരമായിട്ട് നമ്മൾ ഒരാളെടുത്ത് ചർച്ച ചെയ്താൽ സിമ്പിളായിട്ട് മാറും. അതിനകത്ത് നേരായ വഴി കിട്ടും, എളുപ്പം കിട്ടും, സമാധാനിക്കാൻ പറ്റും. വർഷങ്ങളോളം പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തായതാണെന്ന് അറിയാത്തവർ. അവർക്കൊക്കെ ചെറിയ ചെറിയ റീൽസിലൂടെ നിയമങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ഇളവുകൾ മനസ്സിലാക്കി കൊടുത്ത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടട്ടെ. ഇനിയും ഒരുപാട് എന്താ പറയുക, നല്ല നല്ല വീഡിയോകൾ വരട്ടെ. ഒരുപാട് ആളുകൾ നിങ്ങളെ പിന്തുടരുന്നവരൊന്നും മോശമാവില്ല. അത് കാരണം നിങ്ങളിൽ നിന്ന് കിട്ടുന്ന മൊത്തം പോസിറ്റീവാണ്. അതെ, കാരണം എന്നെ സംബന്ധിച്ച് എനിക്കറിയാം, ഒന്ന് എൻ്റെ ഒരു അല്ലെങ്കിൽ എൻ്റെ ഒരു സൗന്ദര്യമോ അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കില്ല നമ്മളെ പിന്തുടരുന്നത്, അല്ലെങ്കിൽ എൻ്റെ പാട്ട് കേൾക്കാനോ ഒന്നുമല്ല. നമ്മളുടെ ആ അറിവിനും ആ നോളജിനും അല്ലെങ്കിൽ അവർക്കൊരു സൊല്യൂഷൻ ഈസി ആയിട്ട് പരിഹരിക്കപ്പെടും എന്ന് തോന്നുന്നവരാണ് നമ്മളെ ഫോളോ ചെയ്യുന്നത്. ഒരുപാട് മെസ്സേജുകൾ നമ്മുടെ ഇൻബോക്സിനകത്ത് ഒരുപാടിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. കൊടുക്കാൻ പറ്റാറില്ല. കാരണം എന്താണ്? കാരണം എല്ലാ ആൾക്കാർക്കും വേണ്ടത് സൊല്യൂഷനാണ്, പരിഹാരമാണ് വേണ്ടത്. കാരണം എല്ലാ ആൾക്കാരും അങ്ങനെ പ്രശ്നങ്ങളിൽ പെടാത്ത ആൾക്കാർ കുറവാണ് ഈ വഴിയിൽ. ഒന്നുകിൽ ജോലി സംബന്ധമായിട്ടുള്ള ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഇടപാട് നടത്തി അങ്ങനെ ഇഷ്യൂസ് ആയവിടെ ബിസിനസ് നടത്തി അങ്ങനെ ഇഷ്യൂസ് ആയവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്രിമിനൽ കേസുകളിൽ പെടുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ പിന്നെ വൈവാഹിക സിവിൽ സംബന്ധമായിട്ടുള്ള ഡിവോഴ്സ് നമുക്കറിയാം. നാട്ടിലെ പോലെ തന്നെ ഇവിടെയും നമുക്ക് ഇന്ത്യക്കാർക്ക് ഇവിടെയും ഡിവോഴ്സ് ചെയ്യാം എളുപ്പത്തിൽ. അതെ, ഇവിടുത്തെ ഡിവോഴ്സ് നാട്ടിലും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെയും വിവാഹം നടത്താം വിദേശ നിയമപരമായിട്ട് തന്നെ. എല്ലാത്തിനും സൊല്യൂഷൻസ് എല്ലാം ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക. നമ്മളിത് ആരിൽ നിന്നാണ് കറക്റ്റ് അറിയുക എന്നുള്ളത്. നമ്മുടെ പൈസ പോവാതെ നമുക്ക് കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് വർഷത്തെ പ്രയത്നത്തിലൂടെ
ഒരുപാട് വർഷം എന്താ പറയുക ഉറക്കമൊഴിഞ്ഞ് പഠിച്ച ജീവിതം മൊത്തം ഈ ഒരു എന്താണോ നമ്മൾ എയിം ചെയ്തത് ആ ഒരു മേഖലയ്ക്ക് വേണ്ടി പ്രയത്നിച്ചെടുത്ത വലിയ വലിയ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള അറിവുകൾ വെറും 1.5 മിനിറ്റ് കൊണ്ടാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ എന്താ പറയുക ഏറ്റെടുത്ത ആ ഒരു പ്രൊഫഷനിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഒരാൾക്കെങ്കിലും ഒരു കണ്ടൻറ്റ് കണ്ടിട്ട് ഒരു അറിവ് കൊടുക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് ഇനിയും ഒരുപാട് ഉപകാരമുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരട്ടെ. അതിലുപരി നല്ല നേതാവായിട്ട് നമുക്ക് കാണട്ടെ. അതിനപ്പുറത്തേക്ക് എഴുത്തുകാരനാണ്. ഇത് വർഷങ്ങളോളം സ്വപ്നം കണ്ട എഴുത്ത് ഒരു പുസ്തകത്തിൽ തീർത്ത് അത് പുറത്തിറങ്ങി, DC ബുക്സ് പുറത്തിറക്കി. നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. അതുക്കും മുകളിലേക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് വേറെ ഒരു എഴുത്ത് കൂടെ വരട്ടെ. വരും ഇല്ലേ? വരണം. അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഫ്ലോറിൽ വന്നതിൽ. നിങ്ങളെ മുന്നിൽ ഇരുന്നിട്ട് ചോദ്യം ചോദിക്കാൻ മാത്രമുള്ള അർഹതയൊന്നും എനിക്കില്ല. എന്നാലും ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അതിനുള്ള ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമേ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് നിങ്ങളെയാണ് ഇൻ്റർവ്യൂ ചെയ്യാൻ എങ്കിൽ ഞാനൊന്നും ഒരു മുന്നൊരുക്കം ഇല്ലാത്ത രീതിയിൽ പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിച്ചിരുന്നു. സെറ്റാണ്. നമ്മളെ ഫീൽഡ് അതായതുകൊണ്ട് നമുക്ക് ഈ ആങ്കറിങ്ങും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങളിപ്പോൾ ചെയ്യുന്ന പണി എൻ്റെ ആഗ്രഹം ഞാൻ തീർക്കാൻ പോവാണ്. ഞാൻ നമ്മുടെ ദുബായിലെ ഫ്ലോറിൽ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുകയാണ്. അൻവർജിയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോണ ആങ്കർ. അപ്പം ഞാൻ വന്നിരുന്ന് ഒരു 2 ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം. സെറ്റ്. ആക്ഷൻ പറയും അജുവല്ലേ? ആക്ഷൻ. സെറ്റ്. മാഗ്നസ്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മാഗ്നസ് ഒരു റീൽസ് യുഗത്തിന് മുമ്പാണ് ഈ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയ കല്ലായിലൊരു പെണ്ണുണ്ട്. റീൽസ് യുഗത്തിന് ശേഷവും റീൽസ് യുഗത്തിന് മുമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മാഗ്നസിന് അനുഭവപ്പെട്ടിട്ടുള്ളത്? റീൽസ് യുഗത്തിന് മുൻപാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിന് തുടക്കമിട്ട ആൽബം മാപ്പിളപ്പാട്ടിൻ്റെ പുതിയ കാലഘട്ടം. അന്ന് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുള്ളവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ അറിയുള്ളൂ. കോഴിക്കോടാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള 10 ആൾ പാട്ട് കേട്ടിട്ടോ അടിപൊളിയാണ്, ആ 10 പേരത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിന് ശേഷം റീൽസ് വന്നതിന് ശേഷം ഈ ലോകത്തിൻ്റെ ഏതറ്റത്തുള്ള മലയാളികൾ ഒരു കലാകാരനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡിനുള്ളിൽ അയാളുടെ ഇഷ്ടം ഷെയറായിട്ടും കമൻ്റായിട്ടും എന്താ പറയുക കോളിങ്ങിലൂടെയും എത്രയും പെട്ടെന്ന് നമുക്ക് ആക്സസിബിലിറ്റി കൂടി. അത് എന്നെ സംബന്ധിച്ച് പണ്ട് ഈ കല്ലായി ഇറക്കിയ സമയത്ത് എനിക്ക് എന്നെ കുറച്ച് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷെ ആ കുറച്ച് ആളുകൾ ഇപ്പം ഈ കാലഘട്ടത്തിൽ ഇപ്പം ഒരു 1 year ആയിട്ടില്ല, ഒരു 10 മാസത്തിനിടയ്ക്ക് വെറൈറ്റി മീഡിയയിലെ ഇൻ്റർവ്യൂയിലൂടെ തിരിച്ചു വന്നപ്പം എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് എൻ്റെ പാട്ടിൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റ് കണ്ടിട്ട്. ചെറിയവരും വലിയവരും പ്രായമായവരും എന്താ പറയുക, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയും ആളുകൾക്ക് എന്നെ ഇഷ്ടമാണല്ലോ പഠിച്ചോണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് അതിൽ ഞാനെന്ന പണ്ടത്തെ കലാകാരൻ കുറച്ചുകൂടി മാറിയിട്ടാണ് ഇപ്പോഴത്തെ ഈ സെക്കൻഡ് എഡിഷൻ, അതെ ന്യൂ വെർഷൻ എന്ന് പറയുന്നത്. അതിൽ എപ്പോഴും ഞാൻ പഴയ ആളുകളെ പ്രോത്സാഹിപ്പിച്ച ആളുകളായിട്ട് ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യണത് എൻ്റെ കഴിവ് മാത്രം. അപ്പോൾ എത്ര ആരാധികമാരുണ്ട് ശരിക്കും? അതുപോലെ മറ്റേ ഇൻ്റർവ്യൂകളുണ്ടോ? നിങ്ങൾ ആരാധികമാരെന്നല്ല നമ്മൾ എനിക്ക് അല്ല ഇപ്പം ആരാധികമാർക്ക് നിങ്ങളെ തേടി പിടിക്കാൻ എന്താണ് തേടി പിടിക്കാനുള്ള ഒരു സാഹചര്യം കുറവായിരുന്നു. ഇന്ന് പെട്ടെന്ന് കിട്ടും. അതില് ഇപ്പൊ നമ്മള് ഗാലറി വിഷന്റെ ഹാങ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് വന്നിട്ടുള്ള ഒരു ഫാമിലി വന്നിട്ട് പറഞ്ഞത് വർഷങ്ങളായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കണ്ടു, നിങ്ങൾ എവിടെയായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അവര് പറയുന്നതിലാണ് രസം. ഞാൻ ചെറുതാകുമ്പോ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങളെ പാട്ട് അപ്പം തൊട്ടടുത്തത് മനസ്സിലായോ? അപ്പൊ പറയുന്നവരൊക്കെ 3 കുട്ടികളുടെ കുട്ടികളൊക്കെ ആയിട്ടാണ്. അപ്പൊ ഞാൻ അങ്ങനെ നിങ്ങൾ വയസ്സനാക്കല്ലേ, ഞാൻ ചെറുതാകുമ്പോൾ ഫീൽഡിൽ ഇറങ്ങിയതാണ്, പ്രായമൊക്കെ കുറവാണ്, അങ്ങനെയാണ്. അപ്പം അതിൽ മെസ്സേജായിട്ട് കമൻ്റായിട്ടും നമ്മളെ ആ ഒരു ഇഷ്ടം അറിയിക്കുമ്പം എന്നെ സംബന്ധിച്ച് ഒരു പാട്ടുകാരനോടുള്ള ഇഷ്ടം ഒരു ആരാധകൻ അറിയിക്കുമ്പം നമുക്ക് നമ്മുടെ സംസാരത്തിലൂടെ അവർക്ക് എന്ത് തിരിച്ചു കൊടുക്കാമെന്നുള്ളതാണ്. അത് നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ടാണ് വിലപ്പെട്ട എന്താ പറയുക ആ ഒരു സന്തോഷം നമ്മൾ അറിയിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നമ്മൾ അവരായിട്ട്
കണക്റ്റ് ആവണത് അതിലൊരു നന്മ ചെയ്യാം. എൻ്റെ ഒരു തിയറി അതാണ്. അത് പരിചയപ്പെടാൻ അവസരം ഞാൻ കൊടുക്കലില്ല, പക്ഷേ പരിചയപ്പെട്ട് കൂടുതലായിട്ട് അടുക്കുമ്പം ഈ ഒരു സംഭവം ഞാൻ ചെയ്യാൻ ശ്രമിക്കും. കാരണം ഞാനറിയാതെ എന്നെ പ്രോത്സാഹിപ്പിച്ചവർക്ക് ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു നന്മ ചെയ്യണം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ 100% ഞാൻ ഹാപ്പി ന്യൂ ഇയർ ആണ് അക്കാര്യത്തിൽ. അങ്ങനെ ആയിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇത്രയും കാലം എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഒരാളെ കൂടെ ഞാൻ ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ്. അതെ, അൻവർ ഷാ. താങ്ക്സ്. പാലോട്ട് ഇനി നിങ്ങൾ വൈൻഡപ്പ് ചെയ്താൽ അതായത് നമ്മുടെ ദുബായ്ക്കാരുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റും ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്ന അറിവുകൾ പകർന്നു നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പണ്ട് പോലീസുകാരനായിരുന്ന ഇന്നത്തെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള നമുക്കൊക്കെ എന്താ പറയുക, ഞാൻ പൈസയൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പം നമുക്ക് ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിനൊരു സ്പിരിറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രീയം പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു പവർ വരും. അപ്പം ഇതെല്ലാം കൂടി ആയിട്ടുള്ള ഇദ്ദേഹത്തെ ഇന്നത്തെ ഈ ഒരു ഫ്ലോറിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ നമ്മൾ വിളിച്ചപ്പം അജ്മലിൻ്റെ സുഹൃത്തു കൂടിയാണ് നമ്മുടെ ക്യാമറമാൻ്റെ. വന്നതിലും ഒരുപാട് സന്തോഷം. അതിലുപരി എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ നേരത്തെ ഇരുന്നത് പോലെ ഒന്നല്ല, എൻ്റെ ഫേസിൽ നോക്കിയാൽ കാണാം, ഇന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് എനിക്കൊരു എന്താ പറയുക പവർ. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരു സൈനിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ ഒരു എന്താ പറയുക ഒരു പവർ. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഈ പരിപാടി നിർത്താൻ എനിക്ക് തോന്നണില്ല, നിങ്ങൾ നിർത്തിക്കോളൂ. അതെ, കുഴപ്പമില്ല. എന്തായാലും എന്നെ വിളിച്ചതിൽ സന്തോഷം. കുറച്ച് നേരം നമ്മളുമായിട്ട് ചോദ്യമോ ഉത്തരവല്ല, ഇത് നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊരു മറ്റൊരു സമയത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഏതൊരു തുടക്കത്തിലും നമ്മളെയും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതിൽ സന്തോഷം. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമുക്ക് എന്തായാലും നമ്മളോടൊപ്പം നിങ്ങളുണ്ടാവും. കാരണം നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം ഉണ്ടാവും. കാരണം നമ്മൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുള്ള അറിവുള്ളൊരു വ്യക്തിയാണ്. അപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. പിന്നെ വീണ്ടും നമ്മൾ തുടക്കം. ഒരുപാട് സന്തോഷം. താങ്ക് യു.